ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം സുലഭമായി വളരുന്ന ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഒരു കെമിക്കലിൻ്റെ ഉപയോഗമില്ലാണ്ട് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഒരു പരിചരണത്തിന് ആവശ്യമില്ലാണ്ട് സമൃദ്ധമായിട്ട് വളരുന്നതാണ് ഈ പനിക്കൂർക്ക. ഞങ്ങളുടെ നാട്ടിലിത് കഞ്ഞിക്കൂർക്ക എന്ന് പറയും. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയൊരു ഉരലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അത് ആ ഉരലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇടിക്കേണ്ട ആവശ്യം, ഈ കല്ല് വെച്ചിട്ടൊന്ന് ഇതാക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതാണ്. ഇനി ഇങ്ങനെ അരച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ മുതിർന്നവർക്കോ കുട്ടികൾക്കോ ആർക്കാണെന്നുണ്ടെങ്കിലും തലവേദന വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്തുന്നത് രാസ്നാദി പൊടിയാണ് കേട്ടോ. നമ്മൾ രാസ്നാദി ചൂർണ്ണല്ലേ, നമ്മൾ കുളി കഴിഞ്ഞാൽ തലയിൽ നെറുകിലിടുന്ന ആ പൊടിയാണ്. അതൊരല്പം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ആ ഇലയുടെ നീരിൽ തന്നെ ഇത് മുഴുവനായിട്ട് നനഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് തലവേദന വരുന്ന സമയത്ത്, പനിയുള്ള സമയത്തൊക്കെ ഇതുപോലെ നെറ്റിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഭയങ്കരമായിട്ടുള്ള തലവേദനയെ പെട്ടെന്ന് മാറ്റാൻ ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ വീട്ടിലുള്ള വിക്സോ അതൊന്നും തേക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വെച്ചാൽ പ്രത്യേകിച്ചും അത്തരത്തിലുള്ള കെമിക്കലായിട്ടുള്ള ഒന്നും ഉപയോഗിക്കേണ്ടല്ലോ. ഇത് തന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നെറ്റിയിലിട്ടത് ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം നനച്ച് കൊടുക്കുകയും കൂടി ചെയ്താൽ മാത്രം മതി. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പനിക്കൂർക്ക ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് 2 ഇല എടുക്കുന്നുള്ളൂ കേട്ടോ. ആ 2 ഇലയും ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ ഒരു പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ടുള്ള തിളപ്പിച്ചുള്ള വെള്ളം കുടിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ജലദോഷം, കഫക്കെട്ട് അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമാണ്. പക്ഷേ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ ഇനിയൊരു 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർന്ന് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർണിംഗിൽ നല്ല ഹെർബൽ ടീ കുടിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡൊക്കെ നല്ലതുപോലെ പ്യൂരിഫൈ ആവാനും ഒക്കെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്രായ വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും മുടി പെട്ടെന്ന് നരയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നര നമുക്ക് തടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ സെറാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് പനിക്കൂർക്ക ഇല ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പനിക്കൂർക്ക ഇല ഇതുപോലെ മുറിച്ചിട്ട് ഞാൻ ചെറിയൊരു ഇടികല്ലിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തുള്ള ഈ പനിക്കൂർക്കയുടെ ഇല ഞാൻ ഒരു ഇരുമ്പിൻ്റെ കടായിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒട്ടും എണ്ണമയമില്ലാത്ത പാത്രം വേണം നമ്മളിതിനായിട്ട് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഒരു 4-5 ഗ്രാമ്പും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറപ്പ് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമോ മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കട്ടൻ ചായയും പനിക്കൂർക്കയുടെ ഇലയും ഗ്രാമ്പും എല്ലാം ഇതിൽ നല്ലതുപോലെ ഒന്ന് ഇറങ്ങണം. അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. 1-2 തവണ നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് നമുക്ക് വേണ്ടി വരും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു കട്ടൻ ചായൻ്റെ ഒരു കളറായിരിക്കില്ല. നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രത്തിലാണിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അയൺ കണ്ടൻറ്റ് നന്നായിട്ട് ഈ ഒരു ലിക്വിഡിലേക്ക് വരും. നമുക്ക് നരച്ച മുടി ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ അയണിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു സിറത്തിൽ നല്ല രീതിയിൽ അയണിൻ്റെ കണ്ടൻറ്റ് അടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 5-6 മിനിറ്റ് വരെ നമുക്കിത് വേവിക്കേണ്ടതുള്ളൂ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തണുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസവും കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. നരച്ച് തുടങ്ങുന്ന മുടിയും വേര് മുതൽ അതിനെ കറുപ്പിക്കാനുള്ള ഒരു പവർ ഈ ഒരു സിറത്തിനുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലുള്ള തരിയെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്ത ഈ ഒരു ലിക്വിഡ് നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് തലയിൽ തേക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്ത് വെച്ച് തണുപ്പെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ തലയിൽ തേക്കാവൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് കറുപ്പ് കളറിലാണ് ഇത് എൻ്റെ കയ്യിലാക്കുന്ന സമയത്ത് തന്നെ കയ്യും നഖമൊക്കെ കറുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് മുടിയിലേക്ക് ഇതിൻ്റെ സ്കാൽപ്പിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുടിയും നല്ല രീതിയിൽ വളരുന്നതാണ് കേട്ടോ. മുടി കൊഴിച്ചിലും മാറുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ.
എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കെമിക്കലും ഉപയോഗിക്കാതെ വെറും 2 മിനിറ്റിൽ കറുപ്പിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്, 4 പനിക്കൂർക്കയുടെ ഇലയും പിന്നെ കുറച്ച് ഗ്രാമ്പു, ഒരു 4-5 ഗ്രാമ്പു. ഇനി വേണ്ടത് കോട്ടനാണ് കേട്ടോ, കോട്ടൻ്റെ പഞ്ഞിയാണ്. അപ്പോൾ അത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള പനിക്കൂർക്കയുടെ ഇല ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഈ ഒരു പഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഇലകളുടെ കൂടെ തന്നെ ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഗ്രാമ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു കോട്ടൺ ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയൊരു കിഴി പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കിഴിനെ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി അതിൻ്റെ നീരൊക്കെ ഈ കോട്ടണിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ കണ്ടോ, എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ നീര് അടങ്ങിയിട്ടുള്ള ഈ ഒരു കിഴി മാത്രമേ നമുക്ക് വേണ്ടൂ. പിന്നെ കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട്, ആ നെയ്യിലേക്ക് നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. മുഴുവനായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് ആ നെയ്യിൽ. എന്നിട്ട് നമുക്ക് 2-3 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഗ്ലാസ് എടുത്തതിന് ശേഷം അത് 3 എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതുപോലെ വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന് മുന്നേ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇങ്ങനെ കത്തിച്ചതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെയാണ്, അത് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ദീപം കത്തുന്ന രീതിയിലാണ് ഇത് കത്തുന്നത്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഇതുപോലെ അങ്ങനെ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുഴുവനായിട്ട് കത്തുകയും ചെയ്യും. നല്ല രീതിയിൽ അതിന് നമുക്ക് ആ ഒരു പൊടിയും കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ കത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റിൽ കണ്ടോ നല്ല ബ്ലാക്ക് കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ചെറിയൊരു തീ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടില്ല. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ കറുപ്പുള്ള ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള ഒരു കരി നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇതുപോലെ കൺമഷി തേച്ചാൽ പോലെ കൺമഷി തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലോ ഒക്കെ പറ്റും. അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ പറ്റി പിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സിലാവേ ഒന്നുമില്ല. ഇതുപോലെ ഇപ്പോൾ സ്കിന്നിലൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് തന്നെ 2-3 തവണ ഞാനത് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്, എൻ്റെ വിരലിലായിട്ടുണ്ട്, അതേപോലെ തന്നെ ഞാൻ കയ്യിലും തേച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, വൈറ്റ് ആയിട്ടുള്ള പേപ്പറാണ്. നമ്മളിത് വെച്ച് തുടയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒപ്പിയെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നമ്മൾ ഈ ഒരു പേപ്പറിലേക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ സ്കിന്നിൽ പിടിക്കുന്നുള്ള പേടിയേ വേണ്ട, നിങ്ങളുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ നിൽക്കും. പിന്നെ നമ്മൾ തലമുടിയിൽ തേച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിലാവുന്നുള്ള പേടിയും വേണ്ട. നമ്മൾ എവിടെയാണോ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അവിടുന്ന് നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ മാത്രമേ അത് പോവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, ഒരു തരി പോലും അതിന് ആ കറുപ്പ് ആ വെള്ളത്തിൽ കലരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത വിരലിലും ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിലും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ വെള്ളത്തിലാണ് മുക്കി വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയുമ്പോൾ മാത്രം, ഇങ്ങനെ വെറും വെള്ളം ഒഴിച്ചാൽ പോവില്ല. ഇനി നമ്മൾ ഇപ്പോൾ ഞാൻ ഹാൻഡ് വാഷ് ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. അങ്ങനെ ഒരല്പം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഉരയ്ക്കുന്ന സമയത്ത് മാത്രമേ അത് പോകുന്നുള്ളൂ. നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക, അപ്പോൾ മാത്രമേ അത് റിമൂവ് ആയി പോവുള്ളൂ. ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എണ്ണയോ അതേപോലെ തന്നെ അലോവേര ജെല്ലോ അതൊന്നും മിക്സ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലാണ് ഈ തരത്തിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.